ഒരു ദിവസവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ട് നമ്മൾ കിടന്നുറങ്ങാറില്ല അല്ലേ? പിറ്റേ ദിവസത്തേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നീക്കി വെച്ചിട്ടുള്ള ഒരുപാട് ജോലികളായിട്ടാണ് നമ്മൾ അടുക്കളയിൽ കയറുന്നുണ്ടാവുക. അങ്ങനെ ഒരുക്കി വെച്ച ഒരുപാട് ജോലികളും പെൻഡിങ്ങിൽ വെച്ച ഒരുപാട് വിശേഷങ്ങളായിട്ട് പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. നല്ല മണം നമ്മുടെ മസ്തിഷ്കത്തെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുക അത്രേ. അപ്പം മസ്തിഷ്കം, അതായത് തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാലാണല്ലോ നമുക്ക് ആ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് ചന്ദനത്തിരിയോ അതുപോലെ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ദിവസം തുടങ്ങാറുള്ളത് കേട്ടോ. ഇന്ന് നമുക്ക് ദോശയാണ്. തലേദിവസം നമ്മൾ റൂമൊക്കെ ഒന്ന് ഒതുക്കിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അധികം പച്ചരി കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ ദോശയാവാമെന്ന് വിചാരിച്ചു. പൊതുവേ നമ്മുടെ വീട്ടിൽ കഞ്ഞിയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ കാലത്ത്. ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ്, ഈ പച്ചരി എങ്ങനെയെങ്കിലും കഴിയണ്ടേ. അപ്പോൾ ഞാൻ പച്ചരി നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ ഉലുവയുണ്ടല്ലോ, ഇത് മൂന്നും ഒരുമിച്ചിട്ടിട്ട് ഒരു പരീക്ഷണം നടത്തിയതാണ്. അല്ലെങ്കിൽ നമ്മൾ പച്ചരി അരച്ചെടുത്ത് ഉഴുന്ന് അരച്ചെടുത്ത് ഇങ്ങനെയൊന്നും ചെയ്തില്ല. ഇത് മൂന്നും ഒരുമിച്ച് വെള്ളത്തിലിട്ടു. ഇത് മൂന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരുമിച്ച് അരച്ചു. അടിപൊളി ദോശയായി. നെയ് നോക്കി, നല്ല ഓട്ടകളൊക്കെ വീണിട്ടുള്ള കുനുകുനുള്ള ദോശ. ഇവിടെ ദോശ രണ്ട് രീതിയിലാണ്. നല്ല കട്ടിയുള്ള ദോശ ഭാഗ്യനും, ഞങ്ങൾക്ക് നല്ല മുരിഞ്ഞ ദോശ വേണം. അതായത് ഒന്നൊന്നും തൊടാത്ത രീതിയിലുള്ള ദോശ. ഈ റൂം വൃത്തിയാക്കിയപ്പോൾ എന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റോർ റൂം വൃത്തിയാക്കിയപ്പോഴാണ് കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ റൂമിലാണോ പച്ചരി സൂക്ഷിക്കണമെന്നുള്ള കമൻറ്റ് ഭയന്നാണ് ഞാനതോടെ എടുത്ത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മുട്ടയിൽ 5-6 പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആട്ടി പറിച്ചൊക്കെ ഇവിടെ എത്തിയപ്പോഴേക്കും സംഭവം പൊട്ടി. അപ്പോൾ നമ്മളിന്ന് മുട്ട ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ മുട്ട ഇട്ടിട്ട് നന്നായിട്ട് മുട്ട ബുർജിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദോശ ഈ ഒരു കൂട്ടിനോടൊപ്പം ആവാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റുള്ള ആറുകൊണ്ട് പിന്നെ അവൻ പണി പകുതി എടുത്തോളൂല്ലോ. അങ്ങനെ നമ്മൾ മുട്ട ബുർജിക്ക് വേണ്ടിയിട്ട് വളരെ വിദഗ്ധമായി നമ്മുടെ സവോളേനെ പിടിച്ചിരിക്കുകയാണ്. കുഞ്ഞുള്ളി അരിഞ്ഞുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയധികം കുഞ്ഞുള്ളി അരിയാനായിട്ട് എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടും നേരമില്ലാത്തത് കൊണ്ടും നമ്മൾ കുറച്ച് സവോളേനെ ചോപ്പർ കൂട്ടനിലിട്ട് കുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ എന്തൊക്കെ പൊടികളുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാല, മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ തക്കാളി ഒന്ന് ഞരടി അത് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൂട്ടി നന്നായിട്ട് ആ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴേ നമ്മുടെ ഉടഞ്ഞ മുട്ടയുണ്ടല്ലോ അതിൻ്റെ കൂടെ നല്ല ഉടയാട്ട മൊത്തം 2 കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ബുർജി റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ മുട്ട ബുർജി ഉണ്ടാക്കുന്നത്? വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ടോ? മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് നമ്മൾ പൂനെയിൽ ഹോസ്റ്റലുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു മുട്ട ബുർജിയുടെ ടേസ്റ്റിലേക്ക് എത്തും. പക്ഷെ ഇവിടെ മല്ലിയില ഉള്ള കാര്യം ഞാൻ മറന്നുപോയായിരുന്നു, അല്ലെങ്കിൽ ചേർത്തന്നെ. പിന്നെ ഇവിടെ ഭാഗ്യനും ശ്രീകുട്ടനൊന്നും അങ്ങനെ മല്ലിയിലോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ സാമ്പാറിൽ മല്ലിയിലില്ലെങ്കിൽ അവർ ചോദിക്കുകയും ചെയ്യും, അയ്യോ സാമ്പാറിൻ്റെ രുചി വന്നില്ലല്ലോ അമ്മയെന്ന്. അപ്പോൾ നമുക്ക് ഇത് കൂട്ടിയിട്ട് നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. ആളുടെ മോതിരം ആൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി. എത്ര വിഷയം നമ്മൾ പൂജിച്ചു കൊണ്ടുവന്നിട്ടുള്ള പാമ്പിൻ്റെ മോതിരം ഉണ്ടല്ലോ അതാണ് ആളുടെ കൈ മുടക്കണത് കേട്ടോ. അതാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാൾ എത്ര പറഞ്ഞാലും സ്കൂളിൽ അലൗഡ് അല്ലെങ്കിൽ കൂടി പെർമിഷൻ എടുത്തിട്ട് ഇടാനുള്ള അനുവാദം ചോദിച്ച് മേടിച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ കാലത്തെ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ വെടുപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി ചായയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ചേട്ടന്മാർ പണിക്കുണ്ടായിരുന്നു വാഴയിൽ. അവർ വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ട്. ഈ മുളകും തൈകളുണ്ടല്ലോ, നമ്മൾ സിറ മുളകും തൈകളാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മണ്ണൂത്തിയിൽ നിന്ന് മേടിച്ചതാണ്. നിറച്ച് മുളക് ഉണ്ടായതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പൊതുവേ നമ്മുടെ ഇവിടെ വെക്കുമ്പോൾ 1-2 ഇലകൾ മാത്രം വന്നിട്ടുള്ള തൈകളാണ് വെക്കാറുള്ളത്. ഇത് വെച്ച് അന്ന് തൊട്ട് മഴ തുടങ്ങിയതാണ്, നിന്നിട്ടേ ഇല്ല. രഘുവേട്ടനും പപ്പേട്ടനും കൂടിയിട്ടാണ് അത് വെക്കുന്നത് കേട്ടോ. ഞാനിവിടെ വൃത്തിയാക്കിയിട്ടൊരു പച്ചക്കറി തോട്ടമൊക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അതവിടെ ഇരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മണ്ണിലെത്തുന്നത് കാണാനില്ല. അത് കാരണം കൊണ്ട് ഭാഗ്യം തന്നെ ചേട്ടന്മാരോട് പറഞ്ഞു ഇതൊന്ന് നട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ ക്യാമറ ഇട്ട് ചെന്നതാണ് ചേട്ടന്മാർ നടുന്നത്. ഇത് ഒരു 10-15 കട ഉണ്ടായിരുന്നു. ഇത്രയും വലുത് പിടിക്കൂ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എപ്പോഴും തൈകൾ വെക്കുമ്പോൾ ചെറിയ തൈകൾ വെക്കുന്നതാണ് നല്ലതെന്നാണ് ചേട്ടന്മാർ പറയാറുള്ളത്. ചേട്ടന്മാർ മാത്രമല്ല നമ്മുടെ ഭാഗ്യനും ഇതൊരു പരീക്ഷണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഭാഗ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഒരു തൈക്ക് 10 രൂപ 12 രൂപയൊക്കെ വരുള്ളൂ. കൂടി വന്ന് 25 രൂപയൊക്കെ വരും. പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കിത് വെറുതെ പോലും കിട്ടാറുണ്ട്. കാരണം ആരും മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ. അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണുത്തിയിലാണ് ഈ ചെടികളുടെ, അതായത് പച്ചക്കറി തൈകളുടെ വിത്ത് മാത്രം കിട്ടുന്ന, തൈകൾ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്.
എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഇത് എവിടുന്നാണ് ശ്രീജയ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന്. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസ് റോഡിൽ പോകുമ്പോൾ ആദ്യത്തെ റൈറ്റ് പോയിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ വളവിലായിട്ട് കാണുന്ന കടയാണ് ഒരു സഹകരണ സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. മടക്കത്തിറക്കി പോകുന്ന വഴിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ തൈകളൊക്കെ മണ്ണിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പപ്പേട്ടൻ ഇടുന്നത് ചാണകമാണ്. ഈ ചാണകമൊക്കെ മഴയത്ത് ഒലിച്ചു പോയിട്ടുണ്ടാവാനാണ് വഴി. അത് കുറച്ചിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചുറ്റും കോരി മണ്ണ് മാറ്റി അതിൽ നമ്മൾ ഈ ഒരു ചാണകം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് രഘുവേട്ടൻ വീണ്ടും ആ മണ്ണൊക്കെ വീണ്ടും മൂടുന്നത് കാണാം. അപ്പോൾ ഇത് ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. എന്തായാലും ഒരു പരീക്ഷണമല്ലേ, അങ്ങനെ അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കാലത്ത് എണീറ്റ് ഒരു കൃഷി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരോട് വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായയും കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ നമ്മൾ ദോശയും അതുപോലെ തന്നെ എഗ് ബുർജിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. മുട്ട ബുർജി, മുട്ട കൊത്തിപ്പൊരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മധുരടാതിനാണ് നമ്മൾ ചായ കുടിക്കുന്നത്. മധുരം കുറേ നാളായിട്ട് ഉപേക്ഷിച്ച കാരണം കൊണ്ട് ഇപ്പം മധുരം കഴിക്കുമ്പോഴേ എന്തൊക്കെ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കിയാലോ. കാലത്ത് വെച്ചോണ്ടിരിക്കുന്നത് ഒരു 4 വരി പദ്യം, 4 വരി കഴിഞ്ഞില്ലേ. നിങ്ങൾ ചിരിക്കേണ്ട, നമ്മുടെ ശ്രീകുട്ടൻ ഹിന്ദി പഠിക്കുന്ന അങ്കാണ് കാണുന്നത്. ഹിന്ദിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് കേട്ടോ. ഹിന്ദി ഞങ്ങൾക്ക് ഒരു വിധത്തിലും അങ്ങോട്ട് സെറ്റാവണില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഞങ്ങളും പരമാവധി മാക്സിമം ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു 9 വരെയുള്ള ഹിന്ദി പദ്യം പഠിക്കുന്ന ആ ഒരു അംഗമാണ്, അമ്മയും മോനും തമ്മിലുള്ള അംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല മഴക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, നോൺ വെജ് സദ്യ തന്നെ ആയിക്കോട്ടെ എന്ന്. സദ്യ ഒന്നും ഇല്ല കേട്ടോ, ചിക്കനും ഉണ്ട്, മീനും ഉണ്ട്, ബീട്രൂട്ടും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും മലത്ത് കൊടുത്ത് പരിപാടികളൊക്കെ ചെയ്യാം. എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വന്നപ്പോഴേക്കും ഉച്ച കഴിഞ്ഞായിരുന്നു. മാത്രമല്ല ആ പറമ്പിലും പാടത്തും ഒക്കെ വേണ്ട പണിയുണ്ടായിരുന്നു എന്നേ. ശ്രീകുട്ടൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഹിന്ദി അടിപൊളിയായിട്ട് പഠിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കൂട്ടാൻ വെക്കാം. പൂമീനാണ് കേട്ടോ വെക്കണത്. ഇപ്പോൾ ഈ ആപ്പിള അതുപോലെ തന്നെ മഞ്ഞക്കോര എന്നൊക്കെ പറയില്ലേ, അത് നമ്മളിവിടെ പൂമീൻ എന്നാണ് പറയുക. അപ്പോൾ കുഞ്ഞുള്ളിയാണ്, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുള്ളിയാണ് ഇതിലത്തെ മെയിൻ താരം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സവോളയിലാണ് വെക്കുന്നത്. അപ്പോൾ സവോളയിൽ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ പേസ്റ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് എല്ലാ കറികളിലും ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നാടൻ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടുക. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രമല്ലേ വേണ്ടൂ. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2-3 തക്കാളി ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എൻ്റെ കുഞ്ഞ് തക്കാളി ആയിരുന്നു കേട്ടോ, അതാണ് 3 എടുക്കേണ്ടി വന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് 2-ാം പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആ തക്കാളിയും പിന്നെ നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ, പച്ചമണം മാറി വരണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം എക്സ്ട്രാ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ബീട്രൂട്ട് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന കറികൾ വൈകുന്നേരം ആകുമ്പോൾ സലാഡാക്കും. ഈ കറിയൊക്കെ എടുത്തിട്ട് സലാഡിൻ്റെ ഒപ്പം ഇട്ട് കുറച്ച് ഗ്രീക്ക് യോഗട്ടൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കലാണ് പരിപാടി. പിന്നെ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട് സുഗുണമെന്ന് നമ്മുടെ സുബിച്ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിക്കനാണ്, വിങ്സാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് നമ്മൾ കറി വയ്ക്കുന്നത്. കറി വയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറുത്ത് കൊടുത്തപ്പോൾ ഇവിടെ ആർക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല. വിത്ത് സ്കിന്നാണ് വരുന്നത്. അപ്പോൾ അതാർക്കും അങ്ങോട്ട് വലിയ ദഹിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കഴിക്കാണ്ട് പറ്റില്ല, എന്നാൽ പിന്നെ അതിനെ കുറച്ച് പെപ്പർ ചിക്കൻ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി വേറെ ആഡ് ചെയ്തിട്ടില്ല. പകരം നമ്മുടെ ഈ ഒരു നാടൻ പച്ചമുളക് ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്തത്. ചിക്കൻ മസാല കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വരുന്ന ആ ഒരു വിങ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തതാണ്. ആ ഒരു കവർ കഴുകിയ വെള്ളമാണ് കേട്ടോ അത് അതിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നും നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്നും കൂടിയൊക്കെ ആകുമ്പോൾ ഏകദേശം ആ ഒരു കറി നല്ല സെറ്റായിട്ട് വന്നോളും. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ
സെറ്റാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കുടംപുളി, നമ്മുടെ മീൻ കറിയിലത്തെ ആ ഒരു ഗ്രേവി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുടംപുളി നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ മീനും കൂടെ ഇട്ട് കൊടുക്കുക. ആ മീനിലേക്കുള്ള ഉപ്പുണ്ടല്ലോ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുമ്പോഴേ അത് കേടാവാതിരിക്കാനായിട്ട് കല്ലുപ്പ് ഇട്ടിട്ടാണ് അരയ്ക്കുക. അപ്പോൾ അത്യാവശ്യം ഉപ്പ് അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടുത്തെ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളി, എന്തായാലും ഉപ്പേരി വയ്ക്കുമ്പോൾ നമ്മൾ കുഞ്ഞുള്ളി എന്തായാലും ആഡ് ചെയ്യും. അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. അതിൽ നാടൻ മുളകും നമ്മൾ ഇടാറുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ്റെ വിശേഷങ്ങളും പാട്ടും ഇതൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ അവൻ എന്താ പറയണതെന്നും അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് അവൻ്റെ ഒപ്പം ഞാൻ ജോയിൻ ചെയ്യും അവൻ്റെ വർത്തമാനത്തിൽ, പക്ഷേ ചില കാര്യങ്ങൾ മൈൻഡിൽ ഞങ്ങൾ കയറില്ല. പിന്നെ ഈ വോയിസ് ബാക്കിൽ കേൾക്കുമ്പോഴാണ് അവൻ ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ. പിന്നെ ഇവനായിട്ട് സ്പെഷ്യലായിട്ട് സമയം നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടാറില്ല. കൊച്ചും തിരക്കില്ല, ഞാനും തിരക്കില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഉപ്പേരി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങോട്ട് വേവിക്കുക വേണ്ടു. പിന്നെ കുറച്ച് ഉള്ളി കൂടെ കാച്ചിപ്പോൾ മീൻ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറികൾ എല്ലാം സെറ്റായിട്ടാവും. ഉച്ചയ്ക്കുള്ള പരിപാടികളും കൂടെ തീർത്തിട്ടുണ്ട്. വിഭവ സമൃദ്ധമായ മീൻകറി, പിന്നെ ചിക്കൻ, ഇതൊക്കെ കണ്ടപ്പോൾ ചോറിനാന്ന് തോന്നി. ചെമ്മീൻ കറി ഞാൻ കഴിച്ചില്ല. മോനെ ഇതിനെ പറപ്പിക്കല്ലേ, ഇത്രയും നല്ല കറിയിലിടയിൽ ബീറ്റ്റൂട്ട് കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ വേണ്ട, അത് ഞാൻ പിന്നെ തന്നെ കഴിച്ചോളൂ. മീൻകറി നാളായി നമ്മുടെ വീട്ടിൽ മീൻ മേടിച്ചിട്ട്. നമുക്ക് ഒന്നാമത്തേലൂടെ പേലയായിരുന്നു. നമുക്ക് അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് മരിച്ചിട്ട്, മേമ മരിച്ചിട്ട് ഒരു 10-12 ദിവസമായിരുന്നു. 16 തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വയ്യാണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു. 57 വയസ്സുണ്ടായിരുന്നു. നമ്മൾ പേലയുണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഇന്നാണ് നമ്മൾ ഇറച്ചിമീനൊക്കെ കഴിച്ചത്. കുറച്ച് മിനിഞ്ഞാന്ന് കഴിഞ്ഞതാട്ടാ, പക്ഷെ നമുക്ക് മേടിക്കാനും കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. മീൻകറിയാണ് ഇഷ്ടം, അതാണ് ചേട്ടൻ പോയി ഇരുന്ന് കഴിക്കുക. ചേട്ടനൊന്ന് ഇരുന്ന് കഴിക്കാൻ അനുവദിക്കുക ചേച്ചി എന്ന് പറയുന്നത്. ചെല്ലി റെഡി ആവട്ടാ. കുറച്ച് ദിവസമായി വീടിൻ്റെ ഉമ്മർത്ത് ഒരു ഗമ്മട്ടം കാച്ചി പെട്ടിയിരിക്കുന്നു കേട്ടോ. ഈ പെട്ടി നമ്മുടെ എഡിറ്റിംഗ് റൂമിലേക്ക് ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് എത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവുന്നോ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാണ്ട് കുറച്ചധികം ദിവസമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ തിരക്കുകളുള്ള കാരണം കൊണ്ട് ഇതിന് അൺബോക്സിങ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം. വാ, നമുക്ക് എന്തായാലും നമ്മുടെ റൂമിൽ പോവാം. ആക്ച്വലി ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് റൂം കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാവരും എഡിറ്റ് ചെയ്യുന്നല്ല, എൻ്റെ ലൈഫിലത്തെ മാക്സിമം ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിലാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ ഏറ്റവും മെസ്സി ആയിട്ട് കിടക്കുന്ന റൂമും ഇതായിരിക്കും. ഇവിടെ തന്നെയാണ് ഞാൻ കിടക്കുന്നതും. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ശ്രീകുട്ടനും ഞാനായിട്ട് അവിടെ കിടക്കും. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കിടക്കും. അപ്പോൾ മിക്കതും എഡിറ്റ് ചെയ്യാനുണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എല്ലാ ആഴ്ച ഒതുക്കി പറക്കി വെച്ചാലും നമുക്ക് പിന്നിലേക്ക് വേറെ വേറെ വർക്കുകളുള്ള കാരണം കൊണ്ടേ ഈ ഒതുക്കി പറക്കി വെക്കുക എന്നുള്ളത് മാത്രം നടക്കണമല്ലോ. അങ്ങനെയാണ് നമ്മളെ കബേർഡ് മേടിച്ചത് കേട്ടാ. ഇവിടെ കുറെ സാധനങ്ങൾ, ഇതൊക്കെ പ്രൊമോഷന് വരുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളും റിവ്യൂവിന് വരുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ കുറെ എണ്ണം ഉണ്ടാവും, അവിടെ കുറെ എണ്ണം ഉണ്ടാവും, കുറെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഉണ്ടാവും, കുറെ ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതൊക്കെ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ട് റൂം ഒന്ന് ക്ലീൻ ആക്കി ഇടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് മേടിച്ചത്. നോക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളുമെന്ന്. ആക്ച്വലി നമുക്ക് ഇവിടെ എല്ലാ റൂമുകളിലും കബോർഡ് സ്പേസും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മുകളിലേക്ക് പോണ പ്രശ്നമില്ല. എനിക്ക് എല്ലാവരുടെ കൈപ്പിടിയിൽ എത്തേണ്ട കാരണം ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാം നിൽക്കാറ്. അപ്പോൾ ആ തോട്ട് ദാറ്റ് would be helpful.
അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കബോർഡാണ് കേട്ടോ അത്. അപ്പോൾ ഈ റൂമിൻ്റെ ഈ അൽത്തുകൊളുത്ത് സംഭവങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കി വെച്ച് ഇതിനെ വേറൊരു മേക്ക് ഓവർ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കാലത്തത് മടക്കി വെച്ച് പോയതാട്ടാ. അതങ്ങനെ ഡബിളായിട്ട് കിടക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് ശരിയെന്ന് പറഞ്ഞില്ലേ, കുറച്ച് നേരം ഒന്ന് ബോറടിക്കുമ്പോൾ ഞാൻ വായിക്കാനിരിക്കും. അങ്ങനെ വായിക്കാനിരിക്കുമ്പോൾ ഈ ബ്ലാങ്കറ്റ് എപ്പോഴും കമ്പൽസറിയാണ്. അപ്പം ഞാനിന്ന് വായിച്ചത് നമ്മുടെ മാക്കില. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കണം. നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ഇവിടേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു ഞാൻ. ആക്ച്വലി ഇതൊരു വിൻഡോ ആണ് കേട്ടോ. ആ വിൻഡോയിലാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കാറുള്ളത്. ആ വിൻഡോൻ്റെ ആ കട്ടുണ്ടല്ലോ, നമ്മുടെ ബ്ലൈൻഡ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ കാടിന് അതിഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ സാധനങ്ങൾ ഇരിക്കുന്ന കാരണം കൊണ്ട് ഞാനത് ഓപ്പൺ ആക്കാറേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വൈകുന്നേരത്തിൽ ഉറക്കമൊക്കെ വരാതിരിക്കുന്ന സമയത്താണെങ്കിൽ അതൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കുളിർത്ത കാറ്റ് ഇങ്ങനെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷേ രാത്രി നമ്മളിങ്ങനെ ബെഡ് കണ്ട ശവ എന്നുള്ള രീതിയിൽ അതാണ് ഇപ്പോൾ കുറേ നാളായിട്ട്. കിടക്കാൻ മാത്രമാണ് ഇപ്പോൾ ബെഡ് ഉപയോഗിക്കുന്നത്. ചെന്ന് വെറുതെ ഇരുന്നാലും കിടന്നാലും ബെഡിലിരുന്നാൽ ഉറങ്ങും എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം കേട്ടോ. ഓഗസ്റ്റിൽ ഒരു സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിലല്ല, നമുക്ക് ഒരു സെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഈ അടുത്ത സെയിലല്ല, അതിന് മുന്നത്തെ സെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ ആമസോണിൽ. അപ്പോൾ മേടിച്ച് വെച്ചതാണ് കേട്ടോ. കുറച്ചധികം ദിവസമായിരിക്കണം ഈ സംഭവം വീട്ടിലിരിക്കണത്. 4 ടയറുള്ള, അതായത് 4 അടുക്കുള്ള ഒരു കബോർഡാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എല്ലാ റൂമിലും പറഞ്ഞ പോലെ തന്നെ കബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് ആവശ്യമാണെന്ന് തോന്നി. വീട് വെക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് സോർട്ട് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും റിവ്യൂവിനായിട്ടും. കുറേയൊക്കെ ഞാൻ വേണ്ടാന്ന് പറയും, കുറേയൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഒരു പ്രൊഡക്റ്റ് റീയൂസ് ചെയ്യാൻ പറയും. അതായത് നമ്മളത് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരും പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ അസംബിൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പറയട്ടെ, ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു മിനിറ്റ് നേരം കൊണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണമല്ല, 2-3 എണ്ണമൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ 5-6 എണ്ണമൊക്കെ ആയിട്ടോ നമുക്കിത് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഷിഫ്റ്റ് ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് അസംബിൾ ചെയ്ത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമല്ലേ. അതായത് എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുട്ടി കൂട്ടി പെട്ടിയിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും കൊണ്ടുപോകാമല്ലോ പുതിയ വീട്ടിലേക്ക്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു കബോർഡ് ഈ റൂമിൽ അത്യാവശ്യമാണെന്ന് തോന്നി. പിന്നെ കുറേ കടകളിലേക്കൊക്കെ പോയി കയറി ഇറങ്ങിയപ്പോൾ തോന്നി ഇത് തന്നെയാണ് ബെറ്റർ. മരത്തിൻ്റെയൊക്കെ വരുമ്പോൾ 10,000-14,000 രൂപയൊക്കെ വരുന്നുണ്ട്. ഇതിനിപ്പോൾ ഏകദേശം ഒരു 5,000 റുപ്പീസിൻ്റെ അടുത്തായിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടാമത്തെ ആ ഒരു അടുക്കും നമ്മൾ വെച്ചിട്ടുണ്ട്. മുമ്പിൽ കാണുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ, അതൊരു അക്രിലിക് ടൈപ്പ് ഓഫ് ഇതാണ് വരുന്നത്. ഇതുപോലെ 2 എണ്ണം ആക്കിയിട്ട് വയ്ക്കാം, വേണമെങ്കിൽ നമുക്ക് 3 എണ്ണം ആക്കിയിട്ട് വയ്ക്കാം. നമുക്ക് എങ്ങനെയാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ വയ്ക്കാം. കിച്ചണിലൊക്കെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ടെക്സ്ചറും അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ലൈറ്റ്, അത്രയ്ക്ക് അങ്ങനെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല. വൺസ് ഇതിൻ്റെ ഉള്ളിൽ ഭാരം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എങ്ങോട്ടും പോകാണ്ടിരുന്നോളും. കാറ്റത്ത് ഇങ്ങനെ ഊതി പറക്കണ സംഭവമൊന്നുമല്ല. എങ്കിലും നമ്മളിങ്ങനെ മരത്തിൻ്റെ അലമാരിയൊക്കെ കൊണ്ടിടുന്ന പോലെ ഒരു സോളിഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ, അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാനത് എവിടെ ഇട്ടെന്ന് ലാസ്റ്റ് കാണാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഴരുതല്ലോ. വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പിലത്തെ ഗ്ലാസ് അല്ലെങ്കിൽ കൂടി അതുമ്പോൾ ചെറിയ ചിന്നലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ 3 എണ്ണം ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് എൻ്റെ ഹാൻഡ് ബാഗുകളും അതുപോലെ തന്നെ ഈ നെയിൽ പോളിഷിൻ്റെ സെറ്റ് എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒതുങ്ങില്ല. കാരണം അത്ര അധികം നെയിൽ പോളിഷ് മേടിച്ചു കൂട്ടും ഞാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മേടിക്കുന്ന സാധനമാണ് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും. പിന്നെ ചെരുപ്പും ഇതുപോലെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു കേട്ടോ, ചെരുപ്പ് മേടിക്കൽ. പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് നമുക്ക് ഓരോ ക്രേസുകൾ വരിക. ഇതിൽ മാറാത്ത ക്രേസ് എന്ന് പറയുന്നത് നെയിൽ പോളിഷാണ്. എന്നാൽ ഇപ്പം ഒരൊറ്റ നഖം പോലും ഇല്ലേ കൈമേ, നഖമൊക്കെ വെട്ടിക്കളഞ്ഞ് സെറ്റാക്കി നിർത്തുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. ഓരോ സമയത്ത് ഓരോ പ്രാന്തെന്ന്. അങ്ങനെ നമ്മൾ 4ാമത്തെ ഈ ഒരു അടുക്കും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയുണ്ട്, മൊത്തത്തിൽ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും
ആരെങ്കിലുമൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ളൊരു ഇത് വരുന്നത്. 5 അടി ഇല്ല എന്ന് തോന്നുന്നു, ഞാനാകെ 5 അടിയുള്ളൂ, 5 അടി ഇല്ല എന്ന് തോന്നുന്നു ഞാനും. അപ്പോൾ ഈ ഒരു കബോർഡും 5 അടി ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്കത് മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈവൻ നമുക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ സാധനം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ തൊട്ട് കണ്ട് മേടിക്കുന്നതല്ലല്ലോ. കയ്യിൽ കിട്ടുമ്പോൾ ഇത് എത്രത്തോളം പ്രയോജനകരമാവും, റിട്ടേൺ ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് അല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ തോന്നുന്ന സമയത്ത് നമ്മളിത് മേടിക്കാനായിട്ട് കുറച്ചൊന്ന് തപ്പില്ലേ. അപ്പം നമ്മൾ റിവ്യൂ നോക്കും ആൾക്കാർ മേടിച്ചതൊക്കെ. അപ്പം ഞാൻ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിന് വലിയ റിവ്യൂ ഒന്നും കണ്ടില്ല. ചില ആൾക്കാരുടെ ആ ഒരു ആക്ച്വൽ സൈസോ ആക്ച്വൽ ഫോട്ടോസോ ഒന്നും കണ്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ വേണ്ടി നിങ്ങൾ കാർട്ടിൽ ഇട്ട് വെക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. കാരണം ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രെച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഞാൻ ആ ഒരു കബോർഡ് മരത്തിൻ്റെയാണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ റൂമിലത്തെ കബോർഡും കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു റൂമിൽ ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റ് കെട്ടത് കണ്ടോ, നമ്മുടെ ബാത്റൂമിൽ പോകുന്ന ബാത്റൂമിലേക്കുള്ള സ്വിച്ച് ബോർഡ് അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് അത് അവിടെ ഇടാൻ പറ്റില്ല. കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മരത്തിൻ്റെ കബോർഡ് അങ്ങോട്ട് നീക്കിയിട്ടപ്പോൾ ഏകദേശം ഇതിനെ എന്താ പറയുക സെറ്റായിട്ടുള്ളൊരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൂമിന് ചേരുന്നുണ്ടോ എന്ന് പറയണേ. പിന്നെ 5000 രൂപയ്ക്ക് ഇത് വെറുത്താണോ എന്നുള്ള കാര്യം പറയണം. അപ്പോൾ ഇതിൽ ഒരുക്കുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ റൂമിനൊരു മേക്ക് ഓവറായിട്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടികളും കുറച്ച് ചെടി നടാനൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഓണമൊന്നുമില്ല, എങ്കിലും കുറച്ച് പൂക്കളൊക്കെ ചെണ്ടുമല്ലിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മഴക്കാരുണ്ട്. പിന്നെ ഗംഭീര മഴ കഴിഞ്ഞതിൻ്റെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇച്ചിരി വെയിൽ ഉദിക്കണുള്ളതെന്നുണ്ടെങ്കിലും എന്തുമാത്രം ചൂടാ വെയിലിന് വരുന്നതെന്നറിയൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചധികം ദിവസമായി അതോടെ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അതിനെ നടാമെന്ന് വിചാരിച്ചു. ചെണ്ടുമല്ലി 2 കളറിലുള്ളതാണ് നമ്മൾ നടാൻ പോണത് കേട്ടോ. ഒന്ന് ഓറഞ്ചും ഒന്ന് മഞ്ഞയും. അപ്പോൾ അതേ കണ്ട ഇങ്ങനത്തെ ട്രയലാണ് നമുക്ക് കിട്ടുന്നത്. അധികമൊന്നും മേടിച്ചിട്ടില്ല, കാരണം 75 ദിവസമാണ് ചെണ്ടുമല്ലി നടാൻ വേണ്ടിയിട്ടുള്ള കാലയളവ് എന്നാണ് ആ ചേട്ടൻ നടാനല്ല വളർന്ന് പൂടാൻ വേണ്ടിയിട്ടുള്ള കാലയളവ് എന്ന് പറഞ്ഞത്. അയ്യോ, ഈ ചെണ്ടുമല്ലി നടാൻ പോണതിൻ്റെ പ്രശ്നമാണോ കാണുന്നത്? എന്തായാലും നമുക്ക് ചെണ്ടുമല്ലി നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണും ചെട്ടിയൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് വരാം. നമ്മുടെ ഈ വീടിന് ചുറ്റും കണ്ടോ നിറച്ച് ഈ കലാത്തിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ലൂട്ടിയ കലാത്തിയ. ഇത് വാഴ വെച്ചോണാണ്. ഭാഗ്യം എന്നും പറയുമ്പോൾ അത് പറിച്ചുകളയെന്ന്. എനിക്കാണെങ്കിൽ പച്ച കാണുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഭാഗ്യം ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ലൂട്ടിയ കലാത്തിയൊക്കെ ചുറ്റും കെട്ടി വെച്ചിട്ടൊക്കെ നിർത്തി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പറിച്ചു കളയും. ഒരു ഉപകാരമില്ലാത്ത പൂ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട്, കായ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരങ്ങനെയല്ലേ. ഉപകാരമുള്ളതിന് ദൈവമേ ഈ വീണേന്ന് വഴുക്കണതാ നല്ല വഴുക്കല്ല വീടിൻ്റെ ചുറ്റും. ഇവിടെ ഗംഭീര മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെടിച്ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളത് നമുക്ക് എന്താ പറയുക നിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് 75 ദിവസമാണ് നമുക്ക് ഈ ചെടി പൂവിടാൻ വേണ്ടിയിട്ടുള്ള കാലയളവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 75 ദിവസം ഇല്ല എന്തായാലും നമ്മുടെ ഓണത്തിന്. ഞാൻ മുമ്പിലത്തെ നമ്മുടെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെണ്ടുമല്ലി നട്ടുണ്ടായിരുന്ന സ്പേസ്, അവിടെ നമ്മൾ മറ്റേ കായ കൃഷിയാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ചെണ്ടുമല്ലി വെക്കാൻ പറ്റൂല. നമ്മൾ വെക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്തായിരുന്നു. കോലിൻ്റെ ഇടയിൽ ഒരു 8 കാലി കയറിയിടാം. എനിക്ക് 8 കാലിനെ ശ്രീകുട്ടന് ഭയങ്കര വീട് 8 കാലിനെ. ഞാനത് ശ്രീകുട്ടനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നേനെന്ന് വിചാരിക്കായിരുന്നു. ഇങ്ങനെ കുനുകുനാന്ന് കുത്തുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് 8 കാലിയെന്ന് കണ്ടത്. പിന്നെ എനിക്ക് പേടിയായി 8 കാലി വിഷം തീണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലേന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട്. വീടിൻ്റെ മുന്നിൽ ചെടിച്ചട്ടികൾ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് വെക്കലേ എന്ന് പറയാറുണ്ട്. എന്നാലും ഞാൻ കുറച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം ചെടിച്ചട്ടിയിൽ ഉണ്ടാവുന്ന ചെണ്ടുമല്ലികൾക്ക് വലുപ്പം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വലുതാവുന്ന നല്ല തലേരൊക്കെ അത്രയും വരുന്ന ചെണ്ടുമല്ലിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. വലിയ ചെണ്ടുമല്ലികൾ ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനെന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വഴിയരികിൽ അറ്റം വരെ അങ്ങോട്ട് നട്ടു കൊടുത്തു. അതാവുമ്പോൾ വലിയ ശല്യം ഇല്ലാണ്ട് പൂക്കൾ ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഓരോ ചെണ്ടുമല്ലിക്കും ഓരോ കുത്തു കൊടുത്ത് നിർത്തുകയും വേണം. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലും കുറച്ച് വീടിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓണമൊന്നുമില്ല, ഓണം കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാവുള്ളൂ. ഓണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടെന്ന്. ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയൊരു വീടിൻ്റെ ചുറ്റുമാണ് ഇളയച്ചന്മാരെല്ലാവരും താമസിക്കുന്നത്. അച്ഛൻ്റെ അനിയന്മാരും പിന്നെ അമ്മായിയുടെ മക്കളും ഒക്കെ നമ്മളിങ്ങനെ ഭാഗം കിട്ടിയ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അടുത്തടുത്താണ്. നമുക്ക് ബന്ധങ്ങൾ പല രീതിയിലാണ്, പല ബോണ്ടിങ്ങാണ്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ ഓണവും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മേടിച്ചുകൊണ്ട് വന്ന ചെടിയല്ലേ നമുക്ക് നടാലോ, അതിനെ അങ്ങനെ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചു. പൂക്കൾ ഉണ്ടാകുന്നത് ഓണത്തിന് വേണ്ടി മാത്രമല്ലല്ലോ. ഓരോ പൂ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓരോ തുള്ളി എന്താ പറയുക ഇങ്ങനെ ഒരു സന്തോഷം വിടരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ ഉണ്ടാകുമ്പോൾ. നമ്മുടെ അടീനിയം ഉള്ളിലേക്ക് എടുത്ത് വെച്ചപ്പോൾ NPK ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആളും പൂക്കാറുണ്ട് കേട്ടോ. ഇനി നല്ല വെയിൽ വരുന്ന സമയത്ത്
എടുത്ത് അടീനിയത്തിനെടുത്ത് ഇവിടെ അങ്ങോട്ട് നിരത്തണം. ഈ ചെടികൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. അങ്ങനെ ചെണ്ടുമല്ലിയൊക്കെ നട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തേ ഗംഭീര മഴ വന്നിട്ടുണ്ട്. കുറച്ച് തുണികളൊക്കെ തോരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെയ്യാൻ എന്തോരം കാര്യങ്ങളാണ് നമുക്കുള്ളതല്ലേ, ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം എന്നേ ഉള്ളൂ. ബി പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഇതിലെ നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.